കോൺഗ്രസ് പാർട്ടിയുടെ ഏറ്റവും വലിയ ശാപമാണ് ചില പാർട്ടി നേതാക്കൾ. അവർക്കെതിരെ ഒരു നടപടിയും സ്വീകരിക്കാൻ കഴിയാതിരിക്കുക എന്നത് അവരുടെ ഏറ്റവും വലിയ ഗതികേടുമാണ്. ഇതുവരെയും മുതിർന്ന നേതാവായ ശശി തരൂരായിരുന്നു പാർട്ടിക്ക് വിഷയം. അദ്ദേഹം പുകഴ്ത്തിയിരുന്നത് BJPയെയും മോദിയെയുമായിരുന്നു. എത്ര പാർട്ടി വിരുദ്ധത സംസാരിച്ചിട്ടും ഇന്നും തരൂർ പാർട്ടിയിൽ തരിച്ചിരിക്കുന്നുണ്ട്. അതിൽ നിന്നും ഊർജം ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കണം കോൺഗ്രസിന്റെ മുതിർന്ന നേതാവും മുൻ മന്ത്രിയുമായ മണിശങ്കർ അയ്യർ മുഖ്യമന്ത്രി പിണറായി വിജയന് 100 മാർക്ക് നൽകി ആശീർവദിച്ചിരിക്കുന്നത്. That the only state of India in which progress has been made in the Gandhiji's direction is the Marxist-Leninist Party of India. I don't know whether this is a compliment or an insult, but I do regret very much the absence of my party colleagues on this occasion, which is a state occasion and therefore a national occasion. So in the presence of the Chief Minister, who I'm sure will be the next Chief Minister, I have to fall at your feet, Chief Minister Pinarayi Vijayan, and say, please sir, pick up the baton that the Congress has dropped. തിരുവനന്തപുരത്ത് സംസ്ഥാന ആസൂത്രണ ബോർഡ് സംഘടിപ്പിച്ച വിഷൻ 2031 എന്ന അന്താരാഷ്ട്ര സെമിനാറിന്റെ ഉദ്ഘാടന ചടങ്ങിലായിരുന്നു മണിശങ്കർ അയ്യരുടെ ഈ വിസ്മയിപ്പിക്കുന്ന പ്രസ്താവന. മുഖ്യമന്ത്രി പിണറായി വിജയനെ വേദിയിലിരുത്തിക്കൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചത്. അടുത്ത തവണയും പിണറായി വിജയൻ തന്നെ മുഖ്യമന്ത്രിയാകുമെന്ന് അദ്ദേഹം ഉറപ്പു നൽകി. കോൺഗ്രസ് കൈവിട്ട പഞ്ചായത്ത് രാജ് പ്രസ്ഥാനത്തിന്റെ നേതൃത്വം പിണറായി വിജയൻ ഏറ്റെടുക്കണമെന്ന് അദ്ദേഹം സ്റ്റേജിലുള്ള പിണറായിയോട് അഭ്യർത്ഥിച്ചു. ഗാന്ധിജി വിഭാവനം ചെയ്ത വികസനം നടപ്പിലാക്കിയ ഏക സംസ്ഥാനം കേരളമാണെന്നും അദ്ദേഹം പ്രശംസിച്ചു. ഇതിനർത്ഥം പിണറായി വിജയന്റെ ഭരണത്തോളം കേരളത്തിൽ മികച്ചൊരു ഭരണം ഉണ്ടായിട്ടില്ല എന്ന് പറയാതെ പറയുകയായിരുന്നു മണിശങ്കർ അയ്യർ. എല്ലാ പ്രതിബന്ധങ്ങളെയും തല്ലിത്തകർത്ത് ഭരണം കയ്യകലത്തിൽ എത്തി നിൽക്കുമ്പോൾ ആ കൈ തല്ലിയൊടിക്കാൻ ഒരു കോൺഗ്രസ് നേതാവ് തന്നെ വരുന്നതിന് പരം നാറ്റുകേസ് മറ്റെന്താണ്? ചുരുക്കത്തിൽ കോൺഗ്രസിന്റെ മണി തച്ചുടക്കുകയാണ് മണിശങ്കർ അയ്യർ ചെയ്തത്.